മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ കായിക വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പൊട്ടിത്തെറിച്ചു. വകുപ്പ് ഒഴിയാനും തിരുവഞ്ചൂർ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഗെയിംസ് നടത്തിപ്പിൽ പാകപ്പിഴകൾ ഉണ്ടെന്ന ചീഫ് സെക്രട്ടറിയുടെ പ്രസ്താവനയാണ് തിരുവഞ്ചൂരിനെ ചൊടിപ്പിച്ചത്. ചീഫ് സെക്രട്ടറിക്കെതിരെ കടുത്ത വിമർശനമാണ് മന്ത്രിസഭാ യോഗത്തിൽ തിരുവഞ്ചൂർ നടത്തിയത്. ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി താക്കീത് ചെയ്യണം, മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിയന്ത്രിക്കണം, അപമാനിക്കാൻ ശ്രമിച്ചാൽ കായിക വകുപ്പ് ഒഴിയാമെന്നും തിരുവഞ്ചൂർ സന്നദ്ധത അറിയിച്ചു. അതേസമയം ഗെയിംസിൽ ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാണിച്ച പാകപ്പിഴകൾ മുഖ്യമന്ത്രി ശരിവച്ചു. അപ്പം ചീഫ് സെക്രട്ടറിയുടേതായിട്ട് കണ്ട് അന്നേരെ അദ്ദേഹത്തെ വിളിച്ചു. എന്ത് പറ്റി, എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് മുഴുവൻ ശരിയാ, എനിക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതായത് ഉദ്ഘാടന സമയത്ത് സ്റ്റേജിൽ കൂടുതൽ ആളുകളുണ്ടായി, മന്ത്രിമാർക്ക് പോലും സീറ്റ് കിട്ടിയില്ല. അവിടെ വരാൻ അർഹതയില്ലാത്ത പലരും വന്നു, തിക്കും തിരക്കും ഉണ്ടായി. സദുദ്ദേശത്തോടെയായിരുന്നു വിമർശനങ്ങളെന്ന് ചീഫ് സെക്രട്ടറി മന്ത്രിസഭാ യോഗത്തിൽ മറുപടി നൽകി. വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ചീഫ് സെക്രട്ടറി പറഞ്ഞു. മുഖ്യമന്ത്രി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഗെയിംസ് ഈ രീതിയിൽ പോലും നടക്കില്ലായിരുന്നുവെന്നാണ് കോൺഗ്രസിലെ അണിയറ സംസാരം. തിരുവഞ്ചൂരിനെ മാത്രം ഏൽപ്പിച്ചാൽ ഗെയിംസ് തരിപ്പണമായേനെന്നും നേതാക്കൾ അടക്കം പറയുന്നു. ഇതും തിരുവഞ്ചൂരിന് ക്ഷോഭത്തിന് കാരണമാണ്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദേശീയ ഗെയിംസിന്റെ സംഘാടക സമിതിയിൽ നിന്ന് CPM പ്രതിനിധികൾ രാജിവെക്കും. ഗെയിംസ് അഴിമതിയിൽ ഭാഗമാകാതിരിക്കാനാണ് നടപടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയിച്ചു. പ്രതിനിധികൾ രാജിവെക്കുന്നത് പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഗെയിംസിന്റെ പേരിൽ നടക്കുന്നത് കാട്ടുകൊള്ളയെന്ന PC ജോർജ്. GV രാജയെ അനുസ്മരിക്കാനുള്ള മര്യാദ പോലും സംഘാടകർ കാണിച്ചില്ലെന്നും PC ജോർജ് പറഞ്ഞു. അതായത് ജയിലിൽ കിടക്കുന്നതാ. നമ്മുടെ ഒളിമ്പിക്സിന് വേണ്ടി ജയിലിൽ കിടക്കാൻ പോയതാ. നമ്മുടെ അംബാസഡർ കാലെ പിടിച്ചുകൊണ്ട് ഇറക്കി വിട്ടതാ. ആ കശ്മീരന്മാരൊക്കെ ഇവിടെ കിടക്കുന്ന താജിലാണ്. ഒരു ദിവസത്തെ റൂം റെന്റ് എത്രയാണ്? 25,000. ഒരു ദിവസത്തെ അതിനൊക്കെ കള്ളുകുഴി ചെലവ് എത്രയാണ്? 30. ഒരു വ്യക്തിക്ക് ഒരു ദിവസം 60,000 രൂപ കേരള സർക്കാരിന്റെ കാശ് കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. ആട്ടുകൊള്ളയാണെന്ന് മാത്രം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ഭാരതത്തിന്റെ സ്പോർട്സ് കുലപതിയാരാ? ആ നമ്മുടെ ആ GV രാജയെ സ്മരിക്കാൻ സന്മനസ് കാണിച്ചോ ഈ മേള? നമ്മുടെ പപ്പൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഒളിവുണ്ട്, നമ്മുടെ ജിമ്മി ജോൺ ഇന്ത്യയുടെ അഭിമാനമല്ലേ? അതുപോലെ അർജുന അവാർഡ് മരിച്ച എത്രയോ കായിക താരങ്ങളുണ്ട് ഇവിടെ. അവരെ ആരെയെങ്കിലും സ്മരിക്കാനും അവരുടെ ഗേറ്റിലെങ്കിലും GV രാജ ഗേറ്റിൽ നേടാനുള്ള മര്യാദ ഈ സംഘാടക സമിതിയിലെ കശ്മീരന്മാർക്ക് ഉണ്ടായില്ലല്ലോ. ലാലിസത്തിന്റെ പണം മോഹൻലാൽ തിരിച്ചയച്ചു. സ്പീഡ് പോസ്റ്റ് വഴിയാണ് 1,63,00,000 രൂപയുടെ ചെക്ക് ലാൽ തിരിച്ചയച്ചത്. മോഹൻലാൽ വാക്കു പാലിച്ചു. തിരിച്ചു നൽകുമെന്ന് പറഞ്ഞ തുക തിരിച്ചയച്ചു. 1,63,00,000 രൂപയുടെ ചെക്ക് ദേശീയ ഗെയിംസ് സംഘാടക സമിതി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജേക്കബ് പുന്നൂസിന് അയച്ചു നൽകി. സ്പീഡ് പോസ്റ്റ് വഴിയാണ് ചെക്ക് അയച്ചത്. കായിക മന്ത്രിക്ക് അയച്ച കത്തിൽ ലാലിസത്തിന് ചിലവായ തുക തിരിച്ചു നൽകുമെന്ന് മോഹൻലാൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. തുക തിരിച്ചു വാങ്ങുന്നത് സംബന്ധിച്ച് ഭരണകക്ഷിയിൽ തന്നെ രണ്ടഭിപ്രായമുണ്ടായി. ഇതോടെ തീരുമാനം മന്ത്രിസഭയ്ക്ക് വിട്ടു. തുക തിരിച്ചു വാങ്ങരുത് എന്ന പൊതുധാരണയാണ് മന്ത്രിസഭാ യോഗത്തിലുണ്ടായത്. എന്നാൽ അതിനു മുൻപ് തന്നെ മോഹൻലാൽ പണം തിരിച്ചയച്ചു കഴിഞ്ഞിരുന്നു. പണം നൽകിയത് മോഹൻലാലിനായിരുന്നില്ലെന്നും അതുകൊണ്ട് തിരിച്ചു വാങ്ങില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. അദ്ദേഹം ഇപ്പോൾ ഈ വാങ്ങിയ തുക തിരിച്ചു തരും എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. ഗവൺമെൻറ് ആ തുക തിരിച്ചു വാങ്ങുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, ഒരു കരാറുണ്ടാക്കി, ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിപാടികളാണ്. അതെല്ലാം ചെലവായ തുകയാണ്. ആ കരാറിനകത്ത് ഒരു തുകയും മോഹൻലാലിൻ്റെതായിട്ട് എടുത്തു വെച്ചിട്ടില്ല. അനേകം കലാകാരന്മാർ പങ്കെടുത്ത ഒരു പരിപാടി, അത് അതിൻ്റെ വിഹിതമായിട്ട് അവർ ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ളതാണ്. മോഹൻലാലിനെ മറയാക്കി അഴിമതി മറച്ചു പിടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് KB ഗണേഷ് കുമാർ MLA പറഞ്ഞു. കണക്കില്ലാതെ പണം പമ്പി, അതിന് മോഹൻലാലിനെ മറയാക്കുക. പരിപാടി പരാജയപ്പെട്ടു, മോഹൻലാൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ആ പൈസ സ്വീകരിച്ചുകൊണ്ട് ആ മനുഷ്യനെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. മറ്റ് നെറികേടുകളെ കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. ഈ ഒരു ലാലിസം മുന്നിൽ നിർത്തിയിട്ട് അതിൻ്റെ പുറകെ നടക്കുന്ന തെറ്റുകളെ മുഴുവൻ ന്യായീകരിക്കാനുള്ള ഒരു ദുഷ്ടലക്ഷ്യം അല്ല. ലാലിസത്തിൻ്റെ കുറ്റം കൊണ്ടാണെന്നോ LED വാളുണ്ടാക്കിയതിൽ 4 ഇരട്ടി കാശ് കൊടുത്തത് ലാലിസമാണ്. ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവതരിപ്പിച്ച കലാപരിപാടികൾക്ക് ചെലവഴിച്ച തുകയെക്കുറിച്ച് സമഗ്ര പരിശോധന വേണമെന്ന ആവശ്യവും ശക്തമാണ്. NV ബാലകൃഷ്ണൻ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ലാലിസത്തിന്റെ പേരിൽ മോഹൻലാലിനെ വിമർശിക്കുന്നതിനെതിരെ സിനിമാ ലോകത്ത് പ്രതിഷേധം ശക്തമാകുന്നു. ലാലിനെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്ന മമ്മൂട്ടിയും തങ്ങളുടെ താരങ്ങൾ അപമാനിക്കപ്പെട്ടതായി ഫെഫ്കയും പറഞ്ഞു. ദേശീയ ഗെയിംസിൽ ലാലിസം മാത്രമാണ് മോശമായതെന്ന മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പരാമർശത്തിന് പിന്നാലെയാണ് സിനിമാ ലോകം ഒന്നടങ്കം മോഹൻലാലിനും സാങ്കേതിക പ്രവർത്തകർക്കും പിന്തുണയുമായി അണിചേർന്നത്. വിവാദങ്ങളിലേക്ക് ലാലിനെ വലിച്ചിഴക്കരുതെന്നും ശാന്ത മനസ്സോടെ ജോലി ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട മമ്മൂട്ടി വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു. സതുദ്ദേശത്തോടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ അതുപോലെ കാണുകയും അദ്ദേഹത്തെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രവൃത്തികളിലേക്ക് അദ്ദേഹത്തെ മടങ്ങാൻ അനുവദിക്കുകയും സംഘർഷങ്ങളിൽപ്പെടുത്താതെ ശാന്തമായ മനസ്സോടുകൂടി അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യണം എന്നുകൂടെ അപേക്ഷിക്കുക. ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും ഞാൻ എൻ്റെ അനുഭാവങ്ങളും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാൻ കൂടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ലാലിസത്തിന്റെ സാങ്കേതിക പ്രവർത്തകരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് നീതീകരിക്കാനാവില്ലെന്ന് ഫെഫ്ക വ്യക്തമാക്കി. സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇനി ജാഗ്രത പാലിക്കണമെന്നും സംഘടനാ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സർക്കാരിൻ്റെ ഇതുപോലുള്ള ഏത് പരിപാടിയുമായി സർവാത്മന സഹകരിക്കുന്ന ഞങ്ങളുടെ അംഗങ്ങളെ ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് ക്ഷണിക്കുമ്പോൾ കുറേ കൂടി ജാഗ്രതയോടെ പെരുമാറാൻ നിർബന്ധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു സാഹചര്യമെന്ന് പറയാതെ വയ്യ. ലാലിസത്തിൽ പഴിചാരി ഉദ്ഘാടന ചടങ്ങിന്റെ നാണക്കേടിൽ നിന്ന് സർക്കാർ തലയൂരാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടയിലാണ് താരങ്ങളും സംവിധായകരും അടക്കമുള്ള സിനിമാ ലോകം മോഹൻലാലിനും കൂട്ടർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നീന്തൽക്കുളത്തിൽ നിന്ന് കേരളത്തിന് വീണ്ടും സ്വർണം. 200 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ സജൻ പ്രകാശാണ് സ്വർണം നേടിയത്. ഇതോടെ കേരളത്തിന്റെ സ്വർണ്ണ നേട്ടം 7ആയി. ടേബിൾ ടെന്നീസ് വനിതാ വിഭാഗം ഡബിൾസിൽ കേരളത്തിന് വെങ്കലം. സെമിയിൽ ഡൽഹിയോട് പരാജയപ്പെട്ട കേരള ടീം ഫൈനൽ കാണാതെ പുറത്തായി. 3-1 കേരളത്തിന്റെ തോൽവി. ശക്തരായ പശ്ചിമ ബംഗാളിനെ 3-2 പരാജയപ്പെടുത്തിയായിരുന്നു കേരളം സെമിയിൽ കടന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് കൊച്ചിയിലെ കാണികൾ സെമിയെ നോക്കിക്കണ്ടതും. ഡൽഹിയുടെ നേഹ മനിക സഖ്യത്തോട് ആദ്യ 2 സെറ്റുകളിൽ തന്നെ കേരളത്തിന്റെ മരിയ റോണി സൈറ ജോസ് സഖ്യം തോൽവി ഏറ്റുവാങ്ങി. 3-ാം സെറ്റിൽ 6-11 കേരളം ശക്തമായ തിരിച്ചുവരവ് നടത്തിയെങ്കിലും 4-ാം സെറ്റിൽ 11-4 കീഴടങ്ങിയതോടെ കേരളം ഫൈനൽ കാണാതെ പുറത്തായി. സെമിയിൽ പുറത്തായെങ്കിലും വെങ്കലം നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് കേരള താരങ്ങൾ പറഞ്ഞു. എന്നാലും സന്തോഷമുണ്ട്. എന്നാലും കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കായിരുന്നു എന്ന് തോന്നുന്നു. അവർ നല്ല എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ആണ്. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ അറ്റാക്കിങ് ആവണമായിരുന്നു. ഫസ്റ്റ് ഗെയിം ജയിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ പിടിക്കായിരുന്നു എന്ന് തോന്നുന്നു. ഇനി കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അടുത്ത വർഷം ഇന്ത്യൻ ടീമിൽ കയറാൻ ശ്രമിക്കുക. മറ്റൊരു മത്സരത്തിൽ മഹാരാഷ്ട്രയെ 1-3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി പശ്ചിമ ബംഗാളും ഫൈനലിൽ കടന്നു. സെമിയിൽ നിരാശപ്പെടുത്തിയെങ്കിലും ടേബിൾ ടെന്നീസിൽ വെങ്കലം നേടിയാണ് കേരളത്തിന്റെ കുട്ടികൾ കോർട്ട് വിട്ടത്. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ KM രഞ്ജിത്തിനൊപ്പം ഹണി സെബാസ്റ്റ്യൻ. 25 മീറ്റർ സ്റ്റാൻഡേർഡ് പിസ്റ്റളിൽ സർവീസസ് താരങ്ങളുടെ ആധിപത്യമായിരുന്നു. ആദ്യ 3 സ്ഥാനങ്ങളിൽ 2 പട്ടാള ടീം അംഗങ്ങളായിരുന്നു സ്വന്തമാക്കിയത്. 35ാമത് ദേശീയ ഗെയിംസിലെ ഷൂട്ടിംഗ് മത്സരങ്ങളിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ് PN പ്രകാശ്, ഒളിമ്പിക്സിലെ വെള്ളി മെഡൽ ജേതാവും കഴിഞ്ഞ ദിവസം നടന്ന 25 മീറ്റർ സെന്റർ ഫയർ പിസ്റ്റളിലെ സ്വർണ്ണ മെഡൽ ജേതാവുമായ വിജയ് കുമാർ എന്നിവരെ കീഴടക്കിയായിരുന്നു സർവീസസ് താരം ഗുർപ്രീത് സിംഗിന്റെ സ്വർണ്ണ നേട്ടം. അവസാന റൗണ്ട് വരെ ഒപ്പത്തിനൊപ്പം നിന്ന പോരാട്ടത്തിൽ 572 പോയിന്റോടെയാണ് ഗുർപ്രീത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. മധ്യപ്രദേശിന്റെ മഹേന്ദ്ര സിംഗ് 568 പോയിന്റോടെ 2ാം സ്ഥാനം ഉറപ്പിച്ചപ്പോൾ വിജയ് കുമാറിന് വെങ്കലം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. സ്വർണ്ണ മെഡൽ നഷ്ടമായെങ്കിലും ഇനി പങ്കെടുക്കുന്ന 3 പൊസിഷനിൽ സ്വർണം നേടാൻ തന്നെയാണ് തന്റെ ശ്രമമെന്ന് വിജയ് കുമാർ പ്രതികരിച്ചു. ये मेरा सेकंड इवेंट था. एक मेरा कल मैच हुआ था, आज सेकंड इवेंट था और इसके अंदर मेरे पास इंडिविजुअल ब्रॉन्ज मेडल मिला तो काफ़ी खुशी है और मैं धीरे धीरे स्ट्रगल कर रहा हूँ अपनी इंजरी के बाद, तो आई विश कि मैं धीरे धीरे और अच्छा करूँ. സ്വർണവും വെങ്കലവും സ്വന്തമാക്കിയ സർവീസസ് ആയിരുന്നു ഈ ഇനത്തിൽ സർവാധിപത്യം പുലർത്തിയത്. തിരുവനന്തപുരത്തെ ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്നും ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സമീർ വടങ്ങോട്. സ്ക്വാഷ് വനിതാ സിംഗിൾസിൽ തമിഴ്നാടിന്റെ സൂപ്പർ താരം ജോഷ്ന ചിന്നപ്പയ്ക്ക് സ്വർണം. 3 സെറ്റും സ്വന്തമാക്കിയാണ് ജോഷ്ന സ്വർണ്ണമണിഞ്ഞത്. മുൻകൂട്ടി നിശ്ചയിച്ച തമിഴ്നാടിന്റെ ആധിപത്യം കേരളത്തിന്റെ കാണികളെ ഒട്ടും തന്നെ നിരാശപ്പെടുത്തിയിരുന്നില്ല. കളി വിരസമായി പോകുമെന്ന് കരുതിയവരെ വരെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കിക്കൊണ്ടാണ് ജോഷ്ന ചിന്നപ്പ വനിതാ സിംഗിൾസിൽ സ്വർണം കരസ്ഥമാക്കിയത്.
ആദ്യ ഗെയിം പരാജയപ്പെട്ട ശേഷം തമിഴ്നാടിൻ്റെ ആർ ലക്ഷ്യ രണ്ടാം ഗെയിമിൽ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. പക്ഷേ വിജയം സൂപ്പർ താരത്തിനൊപ്പം തന്നെ നിന്നു. മൂന്നാം ഗെയിമും അനായാസമായി കൈപ്പിടിയിലൊതുക്കി ജോസ്ന അർഹിച്ച സ്വർണം സ്വന്തമാക്കി. സ്വർണ്ണ നേട്ടത്തിൻ്റെ ആഘോഷവും സന്തോഷവുമെല്ലാം ജോസ്നയ്ക്ക് മറച്ചുവെക്കാനായില്ല. I mean, it's always nice to win a gold at any championship, and being my first national games, and here in Kerala, it's been a wonderful experience. Everything over here, and so it's feels good to win a gold for Tamil Nadu. ആദ്യ ഗെയിം കൈവിട്ടുകൊണ്ടാണ് ദേശീയ താരം സൗരവ് ഘോഷാലും ആരംഭിച്ചത്. എതിരെ നിന്ന തമിഴ്നാടിൻ്റെ തന്നെ നാഷണൽ ചാമ്പ്യൻ സണ്ടു ആത്മവിശ്വാസത്തിലുമായിരുന്നു. എന്നാൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സണ്ടുവിൽ നിന്ന് തോൽവി രുചിച്ച ഘോഷാൽ അത് ആവർത്തിക്കാൻ തയ്യാറായിരുന്നില്ല. രണ്ടാം ഗെയിമും മൂന്നാം ഗെയിമും നേടി ഘോഷാൽ മത്സരത്തിലേക്ക് തിരികെ എത്തി. നാലാം ഗെയിമിൻ്റെ തുടക്കത്തിൽ സണ്ടു ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചതോടെ ആവേശം കാണികളിലേക്കും ഒഴുകിയെത്തി. ഒടുവിൽ നാലാം ഗെയിമും തികച്ച് സൗരവ് നാഷണൽ ചാമ്പ്യൻഷിപ്പിലെ തോൽവിക്ക് മധുരമായി പകരം വീട്ടി. സാങ്കേതികമായി ഇതൊരു പകരം വീട്ടലാണെങ്കിലും സണ്ടുവും താനും നല്ല സുഹൃത്തുക്കളാണെന്ന് മത്സരശേഷം ഘോഷാൽ പറയാൻ മറന്നില്ല. Harry beat me the last time in the Nationals in November in Bombay in CCI. Close match 3-2, but he played better scores than me that day. No, I mean it's not. I mean, yeah, of course. I mean, technically yes, but it's not about revenge with him. It's like both of us are like I said, we're very very close. കളി കാര്യമായൊന്നും അറിയാതെയാണെങ്കിലും മികച്ച പിന്തുണയാണ് സ്ക്വാഷ് താരങ്ങൾക്ക് കേരളത്തിന്റെ കാണികൾ നൽകിയത്. പകരമായി താരങ്ങൾ നൽകിയത് ആരാധകർക്കൊപ്പം നിന്ന ഒരുപിടി സെൽഫികളായിരുന്നു. ക്യാമറമാൻ കുമാറിനൊപ്പം അനന്ത് കെ ജയചന്ദ്രൻ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അനിൽ ഗോസ്വാമിയെ നീക്കി. ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തെ തുടർന്നാണ് രാജി. എലഗൻസ് ഗ്രൂപ്പ് ഉടമ ബിനോയിയുടെ ബാറുകളിലും വീടുകളിലും ഓഫീസിലും ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തി. കൊല്ലത്തെ വ്യവസായി സുനിൽ സ്വാമിയുടെ വീട്ടിലും റെയ്ഡ് നടന്നു. ബാർ കോഴയുമായി ബന്ധപ്പെട്ട് കോടികൾ കൈമറിഞ്ഞു എന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു റെയ്ഡ്. കെ മാണി കോഴപ്പണം നിക്ഷേപിച്ചത് ശ്രീലങ്കയിലെന്ന ഡിവൈഎഫ്ഐ ആരോപിച്ചു. ജോസ് കെ മാണിയുടെയും ശ്രീലങ്കൻ യാത്രകൾ പരിശോധിക്കണം. ജോസ് കെ മാണിയുടെ പാസ്പോർട്ട് പരിശോധിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ശബരിമല ഭണ്ഡാരത്തിലെ മോഷണക്കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർമാരടക്കം 7 പേർക്ക് സസ്പെൻഷൻ. ദില്ലിയിൽ AAPയെ പിന്തുണയ്ക്കാൻ CPM തീരുമാനം. വിവിധ ജനവിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് ഇടനൈക്യം ശക്തിപ്പെടുത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ദില്ലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.